നിമിഷപ്രിയയുടെ വധശിക്ഷ അടുത്ത ബുധനാഴ്ച നടപ്പാക്കുമെന്ന അറിയിപ്പിന് പിന്നാലെ ഓരോ വാതിലിലും മുട്ടുകയാണ് നിമിഷപ്രിയയുടെ കുടുംബം. നിമിഷപ്രിയയുടെ മോചനം എന്നത് ഉമ്മൻചാണ്ടിയുടെ അവസാന ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നുവെന്നും അതിനായി ശ്രമം തുടരുമെന്നും ചാണ്ടി ഉമ്മൻ അറിയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് അമിത്ഷായെ ഉൾപ്പെടെ കാണാൻ ശ്രമിക്കുകയുമാണ്. അടിയന്തര ഇടപെടൽ തേടി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനു വേണ്ടി സേവ് നിമിഷപ്രിയ ഫോറം ഊർജിതമായി തന്നെ ശ്രമം തുടരുകയാണ്. 4 തരത്തിലുള്ള കഠിന ശ്രമങ്ങളാണ് നടത്തുന്നത്. 1. വധശിക്ഷ ഉത്തരവ് 1 മാസത്തേക്കെങ്കിലും മരവിപ്പിക്കാനുള്ള ശ്രമം. 2. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി മാപ്പിന് അപേക്ഷിക്കൽ പ്രക്രിയ കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമം. 3. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ഹൂതികളെ അനുനയിപ്പിച്ച് ഇറാൻ ഗവൺമെന്റിന്റെ ഇടപെടലിനായുള്ള ശ്രമം. 4. യമൻ പൗരന്റെ കുടുംബത്തിന് ദയാധനം നൽകാനുള്ള ശ്രമം. എന്നാൽ ഇതൊന്നും എന്തെങ്കിലും ഫലമുണ്ടാക്കുമെന്ന യാതൊരു ഉറപ്പും ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി യമനിൽ എന്താണ് നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്നൊന്ന് പരിശോധിക്കാം. യമനിൽ നല്ലൊരു ജോലി പ്രതീക്ഷിച്ചെത്തിയ നിരവധി പേരിൽ ഒരാളായിരുന്നു നഴ്സായ നിമിഷപ്രിയ. 2009 പാലക്കാട് കൊല്ലങ്കോട്ടുകാരിയായ നിമിഷപ്രിയ യമനിൽ ജോലിക്കെത്തുന്നത്. 2012 തൊടുപുഴ സ്വദേശി ടോമി തോമസിനെ വിവാഹം കഴിച്ചു. വൈകാതെ ടോമിയും യമനിലെത്തി. അവിടെ വെച്ച് മകൾ മിഷേൽ ജനിച്ചു. മകളുടെ മാമോദിസ ചടങ്ങുകൾക്കായി 2014 നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തി. ഇവരുടെ സുഹൃത്തു കൂടിയായിരുന്ന തലാൽ അബ്ദു മഹദിയും നാട്ടിലേക്കുള്ള യാത്രയിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക്ക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു. യമനിൽ യമൻ പൗരന്മാരുടെ ഉത്തരവാദിത്വത്തിൽ അല്ലാതെ സ്ഥാപനങ്ങൾ തുടങ്ങാനാകില്ല. ഇതിനാലാണ് മഹദിയുടെ സഹായം ഇവർക്ക് വേണ്ടി വന്നത്. ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും തലാൽ ഒരിക്കലും ചതിക്കില്ല എന്നുമായിരുന്നു നിമിഷപ്രിയയുടെയും ഭർത്താവിന്റെയും വിശ്വാസം. നാട്ടിലെത്തിയ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി. ക്ലിനിക്ക് തുടങ്ങാൻ ആവശ്യമായ പണം സ്വരൂപിച്ച ശേഷം യമനിലേക്ക് മടങ്ങാനായിരുന്നു ടോമിയുടെ പദ്ധതി. എന്നാൽ സൗദി യമൻ യുദ്ധത്തെ തുടർന്ന് ടോമിയുടെ യാത്ര മുടങ്ങി. ഇതിനുശേഷം 2015 നിമിഷപ്രിയയും മഹദിയും ഒരു ഡോക്ടറും സ്റ്റാഫും ചേർന്ന് സനായിൽ ക്ലിനിക്ക് ആരംഭിച്ചു. ഈ ബിസിനസ് പതിയെ വളർന്നു. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി പെരുമാറിയിരുന്ന തലാലിന്റെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി. ക്ലിനിക്ക് തുടങ്ങിയതിനു ശേഷം നിമിഷപ്രിയ തന്റെ ഭാര്യയാണ് എന്ന് തലാൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാര പ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു എന്നാണ് വിവരം. പങ്കാളിത്തത്തിൽ തുടങ്ങിയ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവനായും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി. പാസ്പോർട്ട് തട്ടിയെടുക്കുകയും നിമിഷപ്രിയയുടെ പക്കലുണ്ടായ സ്വർണം വിൽക്കുകയും ചെയ്തു. സഹിക്കാൻ വയ്യ എന്ന ഘട്ടത്തിൽ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി നൽകി. ഇതോടെ തലാൽ ശാരീരിക ഉപദ്രവങ്ങൾ ആരംഭിച്ചു. ഇതിനിടയിലാണ് നിമിഷപ്രിയ നേരത്തെ ജോലി ചെയ്തിരുന്ന ഹെൽത്ത് സെന്റർ ഉടമ തന്റെ ബിസിനസ് നഷ്ടമായതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നത്. നിമിഷപ്രിയ തന്റെ കുടുംബത്തോട് പറഞ്ഞതനുസരിച്ച് അവരുടെ മുൻ തൊഴിലുടമയ്ക്ക് 33%, മെഹദിക്ക് 67% ഷെയറുകളുള്ള തരത്തിൽ ക്ലിനിക്കിന്റെ ഉടമസ്ഥാവകാശ കരാറിൽ ഒപ്പിടാൻ നിർബന്ധിതയായി. മെഹദി അതിന്റെ വരുമാനം നിമിഷപ്രിയയുമായി പങ്കിടാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ബിസിനസ്സിൽ വലിയ വിള്ളലുകളുണ്ടായി. ഈ കേസ് കോടതിയിലും എത്തി. താനും നിമിഷപ്രിയയും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന വ്യാജരേഖകൾ മെഹദി പ്രാദേശിക കോടതിയിൽ ഹാജരാക്കി. ഇതോടെ മെഹദിയുടെ വാദം അംഗീകരിച്ച് കോടതി കേസ് തീർപ്പാക്കി വിട്ടു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മെഹദി തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് തുടർന്നുവെന്നും സുഹൃത്തുക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചതായും നിമിഷപ്രിയ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും തർക്കങ്ങൾക്കിടയിലും ഇവരുടെ ക്ലിനിക്ക് പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അതിന്റെ വരുമാനമൊന്നും നിമിഷപ്രിയയ്ക്ക് ലഭിച്ചില്ല എന്ന് മാത്രം. നിരവധി തവണ ജയിലിൽ പോയിട്ടുള്ള വിവാഹിതനും ലഹരിമരുന്നിന് അടിമയുമായിരുന്നു മെഹദി. ഒരു കേസിൽ മെഹദി ജയിലിലായിരുന്നപ്പോൾ നിമിഷപ്രിയ ജയിലിൽ സന്ദർശിക്കുകയും തന്റെ യാത്രാരേഖകൾ തിരികെ ചോദിക്കുകയും ചെയ്തു. അതിന് മെഹദി തയ്യാറായില്ല. നിമിഷപ്രിയയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ ജയിലിലെ ഒരു ഉദ്യോഗസ്ഥൻ സഹായം വാഗ്ദാനം ചെയ്തു. വിവാഹമോചന രേഖയിൽ ഒപ്പിടാനും പാസ്പോർട്ട് വീണ്ടെടുക്കാനും സഹായിക്കാമെന്ന് ഓഫീസർ പറഞ്ഞു. കൂടാതെ മെഹദിക്ക് മയങ്ങാനുള്ള മരുന്ന് നൽകാനും നിർദ്ദേശിച്ചു. 2017 ജൂലൈയിൽ അണുബാധയെ തുടർന്ന് മെഹദി രോഗബാധിതനായി.
തുടർന്ന് നിമിഷപ്രിയ മയക്കുമരുന്ന് കുത്തിവെച്ചു. ക്ലിനിക്കിൽ ജോലി ചെയ്ത കാലത്ത് പരിചയമുള്ള ഹനാൻ എന്ന യമനി നഴ്സും സഹായത്തിനായി ഉണ്ടായിരുന്നു. അമിത ഡോസ് മെഹദിയുടെ പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിച്ചു. ഇത് ഒരിക്കലും നിമിഷപ്രിയ പ്രതീക്ഷിച്ചതേയല്ല. തനിക്ക് സഹായം വാഗ്ദാനം ചെയ്ത ഉദ്യോഗസ്ഥനെ സമീപിച്ചുവെങ്കിലും അയാൾ കൈമലർത്തി. മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ജലസംഭരണിയിലിട്ടു. ദുർഗന്ധം വമിച്ചതോടെ സമീപങ്ങളിലുള്ളവർ പോലീസിനെ വിവരമറിയിച്ചു. ഇതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത്. ഇതിനിടെ നിമിഷപ്രിയ 200 കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. തലാലിനെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് നിമിഷപ്രിയയുടെ ഫോട്ടോ പുറത്തുവിട്ടതോടെ ആശുപത്രി അധികൃതർ നിമിഷപ്രിയയെക്കുറിച്ച് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ 2017 ഓഗസ്റ്റിൽ നിമിഷപ്രിയയും സുഹൃത്തു ഹനാനും അറസ്റ്റിലായി. തലാലിനെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് നിമിഷപ്രിയയുടെ ഫോട്ടോ പുറത്തുവിട്ടതോടെ ആശുപത്രി അധികൃതർ നിമിഷപ്രിയയെക്കുറിച്ച് പോലീസിൽ വിവരമറിയിച്ചു. അങ്ങനെ 2017 ഓഗസ്റ്റിൽ നിമിഷപ്രിയയും സുഹൃത്ത് ഹനാനും അറസ്റ്റിലായി. തുടർന്ന് 2018 മെഹദിയുടെ കൊലപാതകത്തിന് നിമിഷപ്രിയയെ വിചാരണ ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഈ വിചാരണയും നീതിപൂർവമായിരുന്നില്ല. വിചാരണ പൂർണ്ണമായും അറബിയിലായിരുന്നതിനാൽ യാതൊന്നും തന്നെ കോടതിയിൽ നടക്കുന്നത് നിമിഷപ്രിയയ്ക്ക് മനസ്സിലായില്ല. ഭാഷ മനസ്സിലാക്കുന്നതിനു വേണ്ടി ഒരു ദ്വിഭാഷിയെ നൽകാനും കോടതി അധികൃതർ തയ്യാറായില്ല. എന്തിന്, നല്ലൊരു അഭിഭാഷകന്റെ സഹായം പോലും നിമിഷപ്രിയയ്ക്ക് നിഷേധിക്കപ്പെട്ടു. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് ജയിലിലൂടെ നൽകിയ വീഡിയോ കോൾ അഭിമുഖത്തിൽ നിമിഷപ്രിയ പറഞ്ഞത് ഇങ്ങനെയാണ്: നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ആ ക്രൂരകൃത്യം ചെയ്തത്. അത്രമാത്രം ഞാൻ യാതന അനുഭവിച്ചു. ഭൂമുഖത്ത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് അയാൾ എന്നെ ഉപദ്രവിച്ചു. മരണത്തിന്റെ വക്കിൽ കൊണ്ടെത്തിച്ചു. എന്റെ പാസ്പോർട്ടും മറ്റും പിടിച്ചു വെച്ചു. എന്റെ സമ്പാദ്യമെല്ലാം കൈക്കലാക്കി. എന്റെ വരുമാനം നിലച്ചു. അയാൾക്കും അയാളുടെ കൂട്ടുകാർക്കും വേണ്ടി പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് പോലും നിർബന്ധിച്ചു. സമ്പൂർണ്ണ ലഹരിക്കടിമയായ അയാളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നാട്ടിൽ എന്റെ ഭർത്താവിനും കുഞ്ഞിനും അമ്മയ്ക്കും അടുത്ത് എത്തുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അയാളെ മയക്കിക്കിടത്താൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ കടുത്ത ലഹരിക്കടിമയായ അയാൾ അപ്രതീക്ഷിതമായി മരണപ്പെടുകയായിരുന്നു. അയാളുടെ ബോധം കുറച്ചു നേരത്തേക്ക് നശിക്കാനായിരുന്നു മരുന്ന് കുത്തിവെച്ചത്. പക്ഷേ അതോടെ എന്റെ ജീവിതവും ഇങ്ങനെയായി എന്നാണ് നിമിഷപ്രിയ പറഞ്ഞത്. 2020 നിമിഷപ്രിയയുടെ ബന്ധുക്കളും മറ്റ് അനുയായികളും ചേർന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. നിമിഷയെ രക്ഷിക്കാൻ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കും എന്ന വിവരം പുറത്തുവരുന്നത്. ഒരു വർഷം ലോകത്തെ ഏറ്റവും അധികം വധശിക്ഷകൾ നടപ്പിലാക്കുന്ന രാജ്യമാണ് യമൻ. മിക്കപ്പോഴും വെടിവെച്ചാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് യമനിൽ സാധാരണ വധശിക്ഷ നടപ്പാക്കുന്നത്. ഇതിനൊപ്പം കൊടും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലുള്ള വ്യഭിചാരം, മതനിന്ദ, മയക്കുമരുന്ന് കടത്തൽ, കൊള്ള, മരണത്തിലേക്ക് നയിക്കുന്ന സ്വത്ത് നശിപ്പിക്കൽ, രാജ്യദ്രോഹം, കള്ളസാക്ഷി പറയുക എന്നിവയ്ക്കും വധശിക്ഷ നൽകാറുണ്ട്. നാളുകൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കുന്നത്. ഈ സമയം അപ്പീൽ കൊടുക്കാനും കൊലപാതകമാണെങ്കിൽ ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർപ്പാക്കാനും അവസരമുണ്ടാകും. ഒടുവിൽ യമൻ ഭരണാധികാരി ദയാഹർജി തള്ളുന്നതോടെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. ഇതിനായി പ്രത്യേക സ്ഥലങ്ങളുമുണ്ട്. വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിയെ എത്തിക്കും. പ്രതിയുടെ കൈവിലങ്ങുകൾ അഴിച്ചുമാറ്റിയ ശേഷം പുതപ്പോ കാർപ്പറ്റോ വിരിച്ചിട്ടുള്ള തറയിൽ മുഖം താഴേക്ക് കമഴ്ത്തി കിടത്തും. തുടർന്ന് ആരാച്ചാർ ശിക്ഷ നടപ്പാക്കും. ഓട്ടോമാറ്റിക് റൈഫിൾ കൊണ്ട് ഒന്നിലധികം തവണ പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വെടിവെക്കും. വെടിവെക്കുന്നതിന് മുന്നേ തന്നെ പ്രതിയുടെ ഹൃദയം ഏത് ഭാഗത്താണ് എന്ന് ആരാച്ചാർക്ക് ഡോക്ടർ കൃത്യമായി കാണിച്ചു കൊടുത്തിരിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ആരാച്ചാർ വെടിവെക്കുക. മരണം ഉറപ്പാക്കിയ ശേഷം ശരീരം സംസ്കാരത്തിനായി വിട്ടു നൽകും. ഇത് യമനിലെ ശിക്ഷാരീതിയാണ്. ഈ മരണശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയ രക്ഷപ്പെട്ടു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ബുധനാഴ്ച നടക്കും എന്ന് പറയുമെങ്കിലും ഇപ്പോഴും കേരളീയർ വിശ്വാസത്തിലാണ്. നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ.